പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവുകട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന മക്കൾ, പഠനം നിന്നുപോയവർ, പഠിച്ച് തോറ്റുപോയവർ, പഠനം മടുത്തു പോയവർ, കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അകന്നുപോയ
പിരിഞ്ഞുപോയ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവർ കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ, കർത്താവെ വാശിയോ വൈരാഗ്യം കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ന്നു കൊടുക്കുന്നവൻ ദൈവത്തിൻ്റെ സന്നിധി വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മികമുള്ളവർ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സംയമനവും സൗമനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം താമസിക്കുന്നവർ ആസ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റവട്ടങ്ങൾ ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നമുക്കിപ്പോൾ കൃപാസനത്തിൽ തന്നെ ഓരോ ശുശ്രൂഷകളും അതാത് കാലങ്ങളിൽ വെളിപാടാണ്, അല്ലാതെ എക്സിക്യൂട്ടീവ് കൂടി ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫലം ഉണ്ടാവും, ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫലം ഉണ്ടാവും, അങ്ങനെ ഡിസ്കഷനൊന്നുമില്ല. എന്നോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറയും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ആദ്യം മരിയൻ ധ്യാനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം കൗൺസിലിംഗ് ആയിരുന്നു, പിന്നീട് അത് മരിയൻ ധ്യാനമായി മാറി. മരിയൻ ധ്യാനം പിന്നീട് ജപമാല ജീവിതദർശന ധ്യാനമായി, പിന്നെ അഖണ്ഡ ജപമാല ധ്യാനമായി. അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നാണ് മരിയൻ തപസ്സായത്. അതിൽ നിന്നാണ് ഹോസ്പിറ്റൽ മിഷൻ. ഇതെല്ലാം അമ്മ ഓരോ സമയത്ത് പറയണ അനുസരിച്ചാണ് ചെയ്യണത്. അതാണ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നിങ്ങളാരും ധരിക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടപ്പടി പ്രോഗ്രാം ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല കൃപാസനം. 1950 തുടങ്ങിയ 75 തുടങ്ങിയ കരിസ്മാറ്റിക് മൂവ്മെൻ്റ് ഇല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് വന്നതല്ല. പക്ഷെ കേരള സഭയിൽ കവനൻ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴാണ് ഫീസ് ആൻഡ് ടൈം ഭയങ്കരമായ രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടുപോയി. വളർച്ചാ ധ്യാനം, പ്രാരംഭ ധ്യാനം, ആന്തരികസൗഖ്യ ധ്യാനം, പ്രാർത്ഥനാനുഭവ ധ്യാനം, വരദാനങ്ങളുടെ ധ്യാനം, അങ്ങനെ 75 മുതൽ 87 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആത്മീയ വളർച്ചയുണ്ട് കേരളത്തിന്. അതിൻ്റെ അവസാനം 2016 കവനൻ്റ് വരണത്. എന്ന് വെച്ചാൽ കവനൻ്റ് എന്തിനാണ്? വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? 2 കൊരിന്ത്യർ 1:20 വാഗ്ദാനം. എന്താണ്? സകല വാഗ്ദാനങ്ങളും യേശുക്രിസ്തുവിൽ അതേ തന്നെയാണ്. വായിച്ചേ, 2 കൊരിന്ത്യർ 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. ഈ ക്രിസ്തു ആണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും സാര സംഗ്രഹം. വാഗ്ദാനങ്ങൾ പ്രാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ട്. അത് മുഴുവനും ക്രിസ്തുവിൽ യേസാണ്, ആമേനാണ്. ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കണത് എങ്ങനെയാണ്? മഹത്വത്തിന് ആമേൻ പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്. അവൻ്റെ ഓരോ വചനങ്ങളില്ലേ, യോഹന്നാൻ 2:5 അവൻ്റെ വചനങ്ങളുണ്ട്. പിഴിഞ്ഞില്ല, ഒരു ഇല്ലായ്മ, അത് കൃപയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ സങ്കടത്തോടെ അച്ഛൻ പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞത്, അച്ഛന്മാരും പറഞ്ഞതല്ലേ, അച്ഛന് ചോറ് കുടിച്ചു കൊടുക്കണ ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടും പറഞ്ഞ്, എൻ്റെ അച്ഛൻ ആ പള്ളിയുടെ കിടപ്പ് കണ്ട, പള്ളിയിൽ നിന്ന് നമ്മുടെ മധ്യസ്ഥൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അവർ പറയുകയാണ്, അവർക്ക് ആ പള്ളിയെ കണ്ടപ്പോൾ തോന്നി ഇവിടുത്തെ മധ്യസ്ഥൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന്. അപ്പോൾ ഞാനത് വളരെ സീരിയസ് ആയിട്ട് എടുത്തത്. കാരണം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ.
വിജ്ഞാനികളിലും വിവേകമതികളിൽ നിന്നും മറച്ചു വെക്കുമെന്നും പറഞ്ഞിട്ടില്ലേ? മത്തായിയുടെ സുവിശേഷം 11:25. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ സഭയിൽ ഒത്തിരിയേറെ പഠിച്ച ഡോക്ടർമാരൊക്കെ ഉണ്ട്, പഠിക്കാത്തവരാരും സഭയിലില്ല. സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സഭയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യും. അപ്പോൾ വിജ്ഞാനികൾ ഉണ്ടാത്തതുകൊണ്ട് വിവേകമതികളുമുണ്ട്. പക്ഷേ മധ്യസ്ഥം ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരും പറഞ്ഞില്ല. അരിവെച്ച് ചോറ് തന്നെ ചേച്ചി പള്ളിക്ക് അറിയപ്പോൾ ചേച്ചിയോട് പറഞ്ഞ് മധ്യസ്ഥന് ഇറങ്ങിപ്പോയി കേട്ടാ. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി. ആ സങ്കടം അവർ കൊച്ചോണ്ട് എന്ന് പറഞ്ഞ്, അച്ഛാ പള്ളിയിൽ നിന്ന് മധ്യസ്ഥൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ചോദിച്ചും പറഞ്ഞ്, ശരിയാണ് ചേച്ചി, എനിക്കും തോന്നിയെന്ന് പറഞ്ഞ്. ആ ശരിയാ. ആ കൊച്ചമ്മന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ദൈവചൈതന്യം ഇറങ്ങിപ്പോണതൊക്കെ പുതിയ കാര്യമല്ല, ബൈബിളിൽ പഴയ മൂലം ഉള്ളതാണ്. ഇപ്പം ദൈവചൈതന്യം ലോസ് ചെയ്തെന്ന് പറയുന്നത്. അപ്പം എന്താണ്, എന്തെങ്കിലും ലോസ് ചെയ്താൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ എന്താ മാർഗം? ഇടവക്കാരെ മൊത്തം വിളിച്ചു കൂട്ടണം. എന്നിട്ട് എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്യണം. അപ്പോൾ പോയ ചൈതന്യം തിരിച്ചു വരും. നമ്മുടെ വീട്ടിൽ നിന്ന് ചൈതന്യം പോയാൽ എന്ത് ചെയ്യും? അതും സൊല്യൂഷൻ അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൃപയുടെ വീഞ്ഞില്ല, ചൈതന്യത്തിൻ്റെ വീഞ്ഞില്ല, സമാധാനത്തിൻ്റെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അവൻ പറയണ പോലെ ചെയ്യുക. വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ട് പറഞ്ഞാലും വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. അവൻ പറഞ്ഞ പോലെ ചെയ്തോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥത്തിൽ പറയുന്നതാണ് കൃപാസനം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത്. പേര് ആഷ്ന ജിബി. ഞാൻ വരുന്നത് എറണാകുളം മങ്കുഴി ഇടവകയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് 4, 2025 ഞാൻ ഉടമ്പടീനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയണത് എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. ഞാൻ ലാംഗ്വേജ് പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ്. അവിടെ നിന്ന് എൻ്റെ റൂംമേറ്റും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടി. അപ്പോൾ അത് കണ്ട് അറിഞ്ഞ് അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് എല്ലാവർക്കും അറിയാൻ നല്ല പാടാണ്. അപ്പം ഇത് കിട്ടാനും ഭയങ്കര പാടാണ്. അപ്പം നമ്മളെയും കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല. അപ്പം എന്തായാലും നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആൾ ഒരു ഡെയിലി ബ്രെഡ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ ഡെയിലി ബ്രെഡ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് നീയും കൂടെ ഉടമ്പടി എടുക്കണമെന്ന് പറയണ പോലെ എനിക്ക് തോന്നി. അപ്പം നീ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. പിന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ജനുവരി മാസത്തിൽ B1 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ പ്രാർത്ഥന എനിക്കും തന്നു. അങ്ങനെ ഞാൻ പ്രെയർ ചൊല്ലി തുടങ്ങി. പിന്നെ ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഈ പ്രെയർ ചൊല്ലി പ്രാർത്ഥിച്ചു. പിന്നെ ജനുവരിയിൽ ഞാൻ തിരുവനന്തപുരത്ത് B1 ഗോയിത്തയിൽ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ ഉടമ്പടി എടുത്തപ്പോൾ അവൾക്ക് കിട്ടിയ ഉടമ്പടി തൈലം എനിക്ക് കുരിശടിച്ച് തന്നു. അങ്ങനെയാണ് ഞങ്ങൾ എക്സാമിന് പോയത്. എക്സാം റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും ഫുൾ മൊഡ്യൂൾ പാസ്സായി. അത് കഴിഞ്ഞതിന് മാർച്ച് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ B2 എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ 3 മൊഡ്യൂൾ എഴുതാൻ വേണ്ടി പോയി. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ എക്സാം എഴുതിയത് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് B2 എക്സാം പാസ്സാവണമെന്നായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിൽ എഴുതിയ 3 മൊഡ്യൂൾ പാസ്സായി. പിന്നെ ഞാൻ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദറിന് തന്നെയായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ ഇൻടേക്കിൽ സീറ്റ്സ് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് കിട്ടിയില്ല. അപ്പോൾ അടുത്ത ഇയറിൽ ഏപ്രിൽ ഇൻടേക്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ സെപ്റ്റംബറിലോട്ട് ഓൾറെഡി എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം എടുത്ത കൊല്ലം. അപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് സങ്കടമൊക്കെ ആയി. പക്ഷേ എന്നാലും പിന്നെ കുഴപ്പമില്ലാണ്ടായി.
അങ്ങനെ ഡൽഹിയിലെ പരീക്ഷ കഴിഞ്ഞ് 3 മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാദർ വിളിച്ചു വന്നിട്ട് പറഞ്ഞു, സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് 2 സീറ്റ്സ് ഉണ്ട്, ആഷ്ന വരാൻ റെഡി ആണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത വർഷം ഏപ്രിലിൽ പോകാനിരുന്ന എനിക്ക് ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ പോകാനായിട്ടുള്ളൊരു അവസരം എനിക്ക് മാതാവ് തന്നു. പിന്നെ ആ ഫാദർ വിളിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുക, എന്നിട്ട് മെയിൽ അയച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഒരു ശനിയാഴ്ചയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പം പിറ്റത്തെ ദിവസം ഞായറാഴ്ച ശനിയാഴ്ച അന്ന് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കണം നേരത്തെ എൻ്റെ +2 സർട്ടിഫിക്കറ്റ് കാണില്ല. അങ്ങനെ കുറേ വീട്ടിലൊക്കെ തപ്പിയിട്ടും കിട്ടിയില്ല, അത് മിസ്സായി. അത് കഴിഞ്ഞിട്ട് അത് ശനിയാഴ്ച ആയിരുന്നു. പിന്നെ ഞായറാഴ്ച എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെയും കൂടെ ഞാൻ ഇവിടെ വന്നു. ഞായറാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. പക്ഷേ എന്നാലും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ അത് ശരിക്കും ഒരു മാതാവിൻ്റെ ഒരു തീരുമാനം തന്നെയായിരുന്നു. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ് പോയി. അപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞു, പെട്ടെന്ന് അത് എവിടെന്നെങ്കിലും ഒരു പ്രിൻ്റ് ആയാലും ഒപ്പിക്ക് എന്നിട്ട് വിസയ്ക്ക് വെക്കണ നേരെ ഉമ്മയ്ക്ക് ഒറിജിനൽ കിട്ടിയാൽ മതി, വേഗം അന്വേഷിച്ച് കണ്ടുപിടിക്കുക, എന്തായാലും വേണം, ഇതില്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കളർ പ്രിൻ്റൊക്കെ അവിടെ ഒരു സാറ് വഴി ഓൺലൈൻ വഴി കിട്ടി. അതങ്ങനെ കളർ പ്രിൻ്റ് സ്കാൻ ചെയ്ത് അങ്ങനെ അത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിന് എനിക്ക് ഡേറ്റ് കിട്ടി. എനിക്ക് എനിക്ക് എന്നെ ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് വിളിച്ചതും വൈകി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ എങ്ങനെയാണ് അതിനൊന്നും അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജിലാണ് ഇൻ്റർവ്യൂ. അപ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലൊക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യണം, അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വെള്ളിയാഴ്ച മെയിൽ വന്നിട്ട് പറഞ്ഞു, തിങ്കളാഴ്ചയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഈ ശനി ഞായറുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഫ്രണ്ട്സൊക്കെ വഴി ഇങ്ങനെ പ്രിപ്പറേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവരുടെയൊക്കെ കോൾ ചെയ്ത് അങ്ങനെ കുറേ അവർ വഴി പഠിച്ചു. അങ്ങനെ ഞാൻ ശനി ഞായർ 2 ദിവസം കൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ പ്രിപ്പയർ ചെയ്ത് തിങ്കളാഴ്ച ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഉടമ്പടി കാശുരൂപം എണ്ണയും ഉപ്പൊക്കെ ഉപയോഗിച്ചാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്ക് നല്ലോണം ചെയ്യാൻ പറ്റി. ഞാനങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ എൻ്റെ കൂടെ ഒരാളെയും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ സർട്ടിഫിക്കറ്റ് കറക്റ്റ് സമയത്ത് വെച്ചതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ നേരത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. പക്ഷേ ആൾക്ക് നേരത്തെയൊക്കെ ആയതുകൊണ്ട് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പം ആൾ ഇൻ്റർവ്യൂ ഫെയിലായി. അപ്പം ആ സർട്ടിഫിക്കറ്റ് മാതാവ് അത് മിസ്സാക്കിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റിയത്. പിന്നെ സർട്ടിഫിക്കറ്റ് മിസ്സായെങ്കിലും എനിക്ക് ഒരാഴ്ചയും കൊണ്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എക്സാമിന് വീണ്ടും ഡേറ്റ്സ് എടുത്തു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ കുറച്ച് കുഴപ്പി. അത് കാരണമാണ് ഞാൻ ബാംഗ്ലൂർ എക്സാം ഫെയിലായെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ കൊൽക്കട്ടയിൽ വീണ്ടും ബാക്കിയുള്ള ഒരു മൊഡ്യൂൾ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഡേറ്റ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കൊൽക്കട്ടയിൽ പോയി എക്സാം എഴുതി. ഞാൻ അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് വിസയ്ക്ക് വെക്കേണ്ട സമയമായി. അപ്പം ഞാൻ ഞാൻ എല്ലായിടത്തും എവിടെയൊക്കെ ഇതൊക്കെ പറയാൻ അവസരം കിട്ടുന്ന അവിടെയൊക്കെ ഞാൻ പറയും, എനിക്ക് മാതാവ് കാരണം മാത്രമാണ് എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റിയത്. പിന്നെ സർട്ടിഫിക്കറ്റ് മാതാവ് മിസ്സാക്കിക്കൊണ്ട് മാത്രമാണ് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സാവാൻ പറ്റിയത്. അടുത്ത കൊല്ലം ഏപ്രിലേക്ക് പോകാനിരുന്ന എന്നെ ഈ വർഷം സെപ്റ്റംബറിലേക്ക് ആക്കിയതും മാതാവ് കാരണമാണ്. എവിടെയൊക്കെ പറയാൻ വെച്ചാൽ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. പിന്നെ വിസയ്ക്ക് വയ്ക്കാൻ ടൈമായപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് ഒരിക്കലും വിസ കിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ വിസയ്ക്ക് വെക്കാൻ വേണ്ടി VFSൽ പോയപ്പോഴും അവിടെ ഉള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് മിസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ വരുമോയെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ VFS കൊണ്ട് വിസയ്ക്ക് വെച്ചു. എല്ലാവരും ഫസ്റ്റ് ഒരു റിജക്ഷനാണ് വിചാരിച്ചത്. പക്ഷെ എനിക്ക് കറക്റ്റ് 16ാമത്തെ ദിവസം എനിക്ക് വിസ കിട്ടി. പിന്നെ എൻ്റെ അമ്മ 5-6 വർഷങ്ങളായിട്ട് അബ്രോഡാണ്. അപ്പം ഞാൻ സെപ്റ്റംബർ പോണ സമയത്തേക്കും വരാൻ വേണ്ടി അമ്മയ്ക്ക് പറ്റില്ലായിരുന്നു. കാരണം കഴിഞ്ഞ മാസം ഈ സമയം വരെ അമ്മയ്ക്ക് വിസ എക്സ്പയർ ആയിട്ടിരിക്കുകയായിരുന്നു. വിസ റിന്യൂ ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. വെച്ചിട്ടും കുറേ നാളായി. പക്ഷേ എന്ത് ചെയ്താൽ അപ്രൂവലായി വരണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട്
ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനിങ്ങനെ അമ്മയ്ക്ക് വിസ വേഗം വരണം എന്ന് പറഞ്ഞാൽ ഞാൻ നിയോഗം വെച്ചത്. പിന്നെ ഞാൻ ഉടമ്പടി ഫസ്റ്റ് ട്രിപ്പ് പുതുക്കി പോയി കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രെയറിൽ ഒരു ദിവസം പറഞ്ഞായിരുന്നു, വിസയുടെ തടസ്സങ്ങൾ മൂലം വിഷമിക്കണവർക്കൊക്കെ 8 ദിവസത്തിനുള്ളിൽ വിസ അപ്രൂവായി വരുമെന്ന്. അങ്ങനെ ഈ ഡെയിലി ബ്രെഡ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് അപ്രൂവായെന്നും പറഞ്ഞിട്ട് മെയിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വിസ കയ്യിൽ വന്നു. അത് കഴിഞ്ഞ് ശരിക്കും അമ്മയ്ക്ക് നാട്ടിൽ വന്ന് തിരിച്ച് പോകണമെങ്കിൽ റീ എൻട്രി വെക്കണമെങ്കിൽ മിനിമം 2 ആഴ്ചയെങ്കിലും വേണം. അപ്പം ഈ ഒരു ഗ്യാപ്പും കൊണ്ട് എന്തായാലും റീ എൻട്രി അടിച്ച് കിട്ടില്ല, പിന്നെ എന്തായാലും നാട്ടിൽ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ച. പക്ഷേ 2 ആഴ്ച കൊണ്ട് കിട്ടേണ്ട റീ എൻട്രി 2 ദിവസം കൊണ്ട് കിട്ടി. കഴിഞ്ഞ 16-ാം തീയതി അമ്മ നാട്ടിൽ വന്നു. ഇതെല്ലാം എനിക്ക് കിട്ടിയത് പരിശുദ്ധ അമ്മയും ഈശോയും വഴി മാത്രമാണ്. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോയി. പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിനും ഞാൻ ഓൺലൈനായിട്ട് പേയ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുത്തു. പിന്നെ റോട്ടിലിരിക്കണ അമ്മച്ചമാർക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സഹായിച്ചു. പിന്നെ ആദ്യം ഞാൻ ഉടമ്പടി ഇങ്ങനെ എടുത്തപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചല്ല ഞാൻ എടുത്തത്. അവർക്കൊക്കെ അനുഗ്രഹം കിട്ടി. അപ്പം ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ എടുത്തത്. പക്ഷേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഓരോ അനുഭവങ്ങളിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊന്നും അല്ല, എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇതെങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ എനിക്ക് മനസ്സിലായത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യമൊക്കെ കുർബാനയ്ക്ക് നിൽക്കുക, എന്തോ പരിപാടിക്ക് വന്നിരിക്കണ പോലെ വന്ന് നിൽക്കുക പോവുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുർബാന ശരിക്കും അതിൽ പങ്കെടുത്ത് തുടങ്ങിയത് ഉടമ്പടി എടുത്ത ശേഷമാണ്. എന്താണെന്നൊക്കെ മനസ്സിലായത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ കൃപാസന പത്രങ്ങളൊക്കെ ഞാൻ ബസ് സ്റ്റാൻഡിലും വീടുകളിലൊക്കെ കൊണ്ട് കൊടുത്തു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും. എൻ്റെ പേര് ഫിലോമിന. ഞാൻ വേങ്ങൂർ എന്ന സ്ഥലത്താണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ജൂലൈ 24-ാം തീയതിയാണ്. 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് 3ാമത്തെ സാക്ഷിയാണ് എൻ്റെ. ഇപ്പോൾ എനിക്ക് 25 വർഷത്തിൽ കൂടുതലായി വീട് സ്ഥലമില്ല. എനിക്ക് ഭർത്താവും മക്കളും ഇല്ല, വേറെ ആരുമില്ല, സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെ വീടുകളിലും കയറി ഇറങ്ങി താമസിച്ച് വരികയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ അമ്മ 2014 മരിച്ചു. അതിനു മുമ്പ് അമ്മയും ഞാനും കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ അടുത്ത് പോയി, ഒരുപാട് പള്ളികളിൽ ധ്യാനം കൂടി, ഒരുപാട് നൊവേനകൾ കൂടി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ 2014 അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മതിയായി. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനായിട്ട് എങ്ങും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി എന്നിൽ നേരെ ഇളയ അനിയത്തി ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലുണ്ട്. അവളാണ് എന്നോട് പറഞ്ഞത്, നീ അവിടെ പോയി ഉടമ്പടി എടുക്കും, നിനക്ക് വീട് കിട്ടുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ലോകത്തിലുള്ള പള്ളികളിലെല്ലാം പോയി കിട്ടാത്തത് എനിക്ക് അവിടെ പോയി എന്ത് കിട്ടാനാണ് എന്ന് അവളോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് അവിടെ ധ്യാനമല്ല ഉടമ്പടിയാണ് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവളെ കളിയാക്കി. അവളുടെ നിർബന്ധപ്രകാരമാണ് 2019 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തത്. അത് ഇതിനു വേണ്ടി മാത്രമാണ് എനിക്ക് വീട് സ്ഥലം കിട്ടുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പള്ളികളിലൊക്കെ കയറി ഇറങ്ങിയതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് നീ പറഞ്ഞതല്ലേ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞാണ് ഉടമ്പടി ഇവിടെ വന്ന് എടുത്തത്. ഉടമ്പടി എടുത്തിട്ടും എനിക്കത്ര ഇതായില്ലായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന ചെല്ലും, അത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് ചെല്ലില്ല, അങ്ങനെ ഉടമ്പടിയൊന്നും പാലിക്കില്ല. പത്രം മേടിച്ച് കൊണ്ടുപോയി പള്ളിയിൽ, എൻ്റെ ഇടവക പള്ളി, അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോരും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അച്ഛൻ്റെ ധ്യാനം ഇവിടെ അന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ഒരു മാസത്തിലൊരു ധ്യാനം ഇവിടെ വന്ന് കൂടണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇവിടെ ധ്യാനം കൂടാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും നിൽക്കും, കാല് കഴിക്കുമ്പോൾ എവിടെയെങ്കിലും ടീ സ്റ്റാളിൽ പോയിരുന്ന് അത് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോവും. അങ്ങനെയായിരുന്നു. പിന്നീടാണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് അനുഭവം ഉണ്ടായത്.
എൻ്റെ ഒരു സഹോദരൻ 20 വർഷമായിട്ട് എന്നോട് സംസാരിക്കില്ലായിരുന്നു. അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, എന്നെ ചേച്ചീനെ കുറേ നാളുകളായി എൻ്റെ മനസ്സിൽ തോന്നുന്നു, ചേച്ചീനെ വിളിക്കണം എന്ന് തോന്നണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് എനിക്ക് ആദ്യമായിട്ടൊരു അനുഭവം കിട്ടിയത്. അന്ന് തുടങ്ങിയാണ് ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് മാതാവ് ഞാൻ നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്തു, അപ്പോൾ അത് ഉടമ്പടി എടുത്തതിൻ്റെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ച് അന്ന് തുടങ്ങിയാണ് ഞാൻ ധ്യാനമൊക്കെ കറക്റ്റായിട്ട് കൂടാൻ തുടങ്ങിയത്. ഒന്നാമത് ധ്യാനം കൂടാൻ ഓൺലൈൻ വഴി ധ്യാനം കൂടാനായിട്ട് എൻ്റെ ഫോണിൽ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ദേഷ്യം കയറുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് പോകുമായിരുന്നു. പിന്നീട് ഞാൻ ആ കണക്ഷൻ മാറ്റി വേറെ കണക്ഷനാക്കി ഞാൻ ധ്യാനം സ്ഥിരമായിട്ട് കൂടാൻ തുടങ്ങി. പിന്നെയാണ് കുറേശ്ശെ ഉടമ്പടിയെല്ലാം ഞാൻ പാലിക്കാൻ തുടങ്ങിയത്. പാലിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് വീടിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ അനിയത്തോട് പറഞ്ഞു, നീയല്ലേ പറഞ്ഞത് ഉടമ്പടി എടുക്കാൻ, എന്നിട്ട് ഇപ്പോൾ എവിടെയാണ് വീടെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നീ ഉടമ്പടിയെല്ലാം പാലിച്ച് കഴിഞ്ഞാൽ അമ്മ നിനക്ക് വീട് തരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് 2021 എന്നോടും എല്ലാവരും പറഞ്ഞു ഇന്ന് ഗവൺമെൻറ്റിൻ്റെ വീട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെൻറ്റിലെല്ലാം ഒരുപാട് അപേക്ഷിച്ചതാണ്, ഇനിയിപ്പോൾ അത് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു നീ ഒന്ന് അപേക്ഷിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള മെമ്പർ എന്നെ നിർബന്ധിച്ച് ഞാൻ 2021 അപേക്ഷിച്ചെങ്കിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അപേക്ഷിച്ച് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേർക്ക് പേര് ലിസ്റ്റിൽ വരുന്നുണ്ട്, അതിന് എനിക്ക് വീട് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കൂടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞു നീ ഉടമ്പടി ശരിക്കും പാലിക്കുക, അതുകൊണ്ടാണ് നിനക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ പഞ്ചായത്തിൽ നിന്ന് അവർ നേരിട്ട് വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത്, ചേച്ചി VO വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി എവിടെയെങ്കിലും പോയി സ്ഥലം നോക്ക്, ചേച്ചിക്ക് കാശ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വേങ്ങൂർ പഞ്ചായത്തിൽ പോയി സ്ഥലം നോക്കുന്നതും സ്ഥലം നോക്കി 2021 ആധാരം ചെയ്തു. പിന്നെ വീട് പണിയാൻ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അവിടെ കിടക്കട്ടെ, സ്ഥലം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കാട് പിടിച്ച് അവിടെ കിടന്നു. അപ്പോൾ വീണ്ടും അവൾ എന്നെ വഴക്ക് പറഞ്ഞു, നീ സ്ഥലം കിട്ടിയിട്ട് അവിടെ ഇട്ടേക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ VO എന്നെ വിളിച്ചിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ സ്ഥലം കിട്ടിയിട്ട് എന്താണ് വീട് പണിയാത്തതെന്ന് ചോദിച്ചു. അപ്പോഴാണ് വീണ്ടും ഞാൻ പിന്നെ വീട് പണിക്ക് തുടങ്ങിയത്. ഞാൻ മാതാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മാതാവ് തന്ന വീടാണ്, എൻ്റെ വീടല്ല ഇത് മാതാവിൻ്റെ വീടാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഞാനവിടെ കൃപാസനം എന്ന് എഴുതി വയ്ക്കാനായിട്ട് ഞാനത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, അത് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞ ഇത് കൃപാസനത്തിലെ മാതാവിൻ്റെ വീടാണെന്ന് ഞാൻ പറഞ്ഞ എല്ലാവരോടും. അപ്പോൾ മെയ് 2024 മെയ് 6 പെട്ടെന്ന് തന്നെ വീട് ഞാൻ പണി പൂർത്തിയാക്കി. എന്നെ ആരോ ഇരുന്ന് കുത്തുകയാണ്, വീട് പണി എന്താ ഇങ്ങനെ ഇട്ടേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവളോട് പറയടി, ആരാണ്ട് എന്നെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ വീട് നീ എന്താ പണിയാത്തേന്ന് ചോദിക്കുന്നു. അപ്പം അവളെന്നോട് പറയും മാതാവാണെന്ന്. അപ്പോൾ ഞാൻ പറയും പിന്നെ മാതാവ് എൻ്റെ പുറകെ നടക്കുകയല്ലേ എന്ന് പറയും. അപ്പോൾ അവൾ പറയും ഇല്ലടി മാതാവാണ്, നീ അതിനെ ഇറങ്ങ് എന്ന് പറഞ്ഞു. പിന്നെ അതിനിറങ്ങി മെയ് 2024 മെയ് 6 ഞാൻ വീട് താമസിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും എൻ്റെ കൂടെ ഇല്ല. ഇവരൊക്കെ എൻ്റെ അനിയത്തിയുടെ മകളാണ്, അവരൊക്കെ വരും എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഇവൾക്ക് 10 വർഷമായിട്ട് മണപ്പുറം ഫൈനാൻസിൽ ജോലിയാണ് അവൾക്ക്. അപ്പോൾ ആ ജോലി ഇവൾക്ക് കഴിഞ്ഞ 2024 ഒക്ടോബറിൽ ഇവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ ചെയ്യാൻ പോയപ്പോൾ അവരോട് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ കമ്പ്യൂട്ടറിൽ ഇല്ലയെന്നോ എന്തോ പറഞ്ഞ് വേറെ ജോലി അന്വേഷിച്ചോളാൻ ഇവളോട് പറഞ്ഞു. അപ്പോൾ ഇവൾ കരഞ്ഞുകൊണ്ട് വന്ന് എന്നോട് വേറെ ജോലി അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ വേറെ ഏത് ജോലിക്ക് പോകും, 10 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ജോലി അതാണ് എന്ന് പറഞ്ഞു. ഉടനെ അപ്പം ഉടമ്പടി പുതുക്കുന്ന സമയമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മാതാവിനോട് ചെന്ന് ഇപ്പോൾ എന്ത് കാര്യവും ഇപ്പം ഇത്രയും വർഷമായി ഞാൻ എടുത്തിട്ട് ഞാൻ ഒരു കാര്യങ്ങളും നിയോഗത്തിൽ എനിക്ക് വേണ്ടി വയ്ക്കാറില്ല. ഞാൻ നിയോഗത്തിൽ വയ്ക്കുന്നത് എനിക്ക് കൂടുതൽ അനുഗ്രഹം മാതാവിൻ്റെ പ്രാർത്ഥിക്കാനുള്ള അങ്ങനെ കിട്ടുള്ളൂ. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് മാതാവേദേ ഇന്ന് മഴ പെയ്യരുത്, ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ്, എനിക്ക് മഴ നനയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്ന് മഴ പെയ്യില്ല. അത്ര ഒരു ഇതിലാണ് ഞാൻ ചെന്ന് മാതാവിനോട് പറയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കാറില്ല മാതാവിനോട്. പ്രാർത്ഥിക്കുന്നത് വെളുപ്പിനത്തെ പ്രാർത്ഥനയും ഞാൻ 3:30 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞ് 6 മണിയാകുമ്പോഴാണ് എൻ്റെ ഉടമ്പടി പ്രാർത്ഥന. പിന്നെ അച്ഛൻ്റെ 5:30 മണിക്കത്തുള്ള പ്രാർത്ഥന അതൊന്നും ഞാൻ മുടക്കാറില്ല. പിന്നെ പത്രം ഞാൻ ആലുവയിൽ നിന്ന് ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാനും ഇവിടെയുള്ള എൻ്റെ അനിയത്തിയും കൂടി ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് ഇവിടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പിന്നെ തിരുവഴ
കഞ്ഞിക്കുഴി, പിന്നെ കളവേലി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടു നടന്ന് കടകളിലും പിന്നെ വീടുകളിലും കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ പോകുമ്പോൾ ഉപ്പ് കൊണ്ടുപോകും, മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോകും, തൈലം കൊണ്ടുപോകും. സുഖമില്ല എന്ന് സുഖമില്ല, കാലുവേദന, കൈവേദന. അത് കൂടുതലും എനിക്ക് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളല്ല കൂടുതൽ, അവർ ആ പത്രം വാങ്ങിക്കുന്നത് തന്നെ കൈ തൊഴുത് പിടിച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. ഞാനഎന്നിട്ട് അവളോട് ചോദിക്കും, ക്രിസ്ത്യാനികൾ പോലും ഇങ്ങനെ വാങ്ങിക്കില്ലോടെ എന്ന്. അതേപോലെ അവർ വാങ്ങിച്ച് ഈ തൈലം കുരിശ് വരച്ച് അവർക്ക് എവിടെയാണ് എന്താണ് അസുഖം എന്ന് വെച്ചാൽ തൈലം കുരിശ് വരച്ച് കൊടുക്കും. ഞങ്ങൾ രാവിലെ ഇറങ്ങിയ വൈകിട്ട് വരെയും പത്രം കൊടുത്ത് ഓരോ വീടുകളിൽ അവരപ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്കുണ്ടായ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് വേങ്ങൂർക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാറ് പതിവ്. പിന്നെ അവിടെ അനാഥാലയത്തിൽ പോയി അമ്മമാരെ കുളിപ്പിക്കാനും പിന്നെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൂടുതൽ ഇതൊന്നും എനിക്കില്ല. എനിക്ക് കിട്ടുന്ന ആകെ 1600 പെൻഷനാണ്. ആ പെൻഷൻ കിട്ടുന്നതിന് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കും. പിന്നെ എനിക്ക് വീട് പണിയാൻ എനിക്ക് ഒരുപാട് പേര് സഹായിച്ചു. ആ തന്ന സഹായത്തിൽ നിന്ന് ഞാൻ 2-3 പ്രാവശ്യം അനാഥാലയത്തിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു. അല്ലാതെ ഞാൻ മാതാവിനോട് പറയും, മാതാവേ നീ തന്നാലേ എനിക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ എന്ന് ഞാൻ മാതാവിനോട് പറയും. പിന്നെ ഇവൾക്ക് വേണ്ടി രണ്ടാമത് ഒരു ഇത് വെച്ചു. ആദ്യം വെച്ച മണപ്പുറം ഫൈനാൻസിൽ അത് ഇവൾ വന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, അവൾക്ക് ആ ജോലി കൊണ്ടാണ് അവൾ ജീവിക്കണം, അതുകൊണ്ട് മാതാവ് അവൾക്ക് ജോലി കൊടുക്കണം, ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം അവളെയും കൊണ്ട് വന്ന് എന്ന് പറഞ്ഞപ്പോൾ 6 ദിവസത്തിനുള്ളിൽ അവളെ തിരിച്ച് ജോലിക്ക് കയറ്റി. വേറെ ജോലിക്ക് നോക്കിക്കോളാൻ പറഞ്ഞാണ് അവർ. അതുകൊണ്ട് 6 ദിവസത്തിനുള്ളിൽ അവളെ ജോലിക്ക് കയറ്റി. രണ്ടാമത് ഇവൾക്ക് ഒരു വയറുവേദന വന്നു. അത് കഴിഞ്ഞതിന് ശേഷം വയറുവേദന വന്ന് 4 മാസം വരെ ചികിത്സിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കുറയാതെ 4 മാസം കഴിഞ്ഞപ്പോൾ അത് കൂടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തടിപ്പുണ്ട്, പെട്ടെന്ന് അത് ഓപ്പറേഷൻ ചെയ്യണം, 1 മാസത്തേക്കും കൂടി ഗുളിക തരാം, അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ്. 1 മാസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പെട്ടെന്ന് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവളെന്നോട് പറഞ്ഞു, MRI സ്കാൻ എന്ന് പറയുന്നത് വലിയ ഒരു ഇതല്ലേ. അപ്പം ഞാൻ മാതാവിൻ്റെ തൈലം കൊണ്ടുപോയി 3 ദിവസം അവൾക്ക് അടിവയറ്റിൽ ഞാൻ കുരിശിട്ട് കൊടുത്തു. ആ MRI സ്കാൻ റിസൾട്ട് കിട്ടുന്നതിന് മുമ്പ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ മാതാവ് പറഞ്ഞാൽ കേട്ടോളൂ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ആ റിസൾട്ട് കിട്ടിയപ്പോൾ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. ഇപ്പം യാതൊരു കുഴപ്പമില്ല. പിന്നെ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇപ്പോഴും തരുന്നുണ്ട്. ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പാലിക്കാൻ അന്ന് തുടങ്ങി ഇന്ന് വരെ ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. പറയാൻ പോയാൽ ഇന്നും നാളെയും തീരാത്ത അനുഗ്രഹങ്ങൾ. എനിക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടവകപ്പള്ളി പോകാൻ പറ്റില്ല, കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരം പള്ളിയാണ്. അപ്പോൾ അതിന് ഞായറാഴ്ച മാത്രമേ എനിക്കിപ്പോൾ പോകാൻ പറ്റുള്ളൂ. ഇടവകപ്പള്ളി എന്ന് പറഞ്ഞാൽ 3 ബസ് മാറി കയറി പോകണം. അവിടെ ചെന്നപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, ഇടവക മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ആകെ ഒരു പള്ളിയേ ഉള്ളൂ, ആകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അച്ഛാ, ഞാൻ നോക്കട്ടെ, എന്നിട്ട് മാറണമെങ്കിൽ ഞാൻ മാറിക്കോളാം, അല്ലാതെ ഞാൻ മാറുന്നില്ല എന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ എല്ലാ ദിവസവും നേരത്തെ ഞാൻ എല്ലാ ദിവസവും പോകുമായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ തൊട്ടടുത്തായിരുന്നു പള്ളി. ഇപ്പം എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഞാൻ മാതാവിനോട് പറയും, മാതാവ് എനിക്ക് പോകാൻ പറ്റാഞ്ഞിട്ടാണ്, എനിക്ക് പോകണം എന്നുണ്ട്. എന്നാലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഞാൻ പോകും. 15 ദിവസം എന്ന് പറഞ്ഞാൽ 15 ദിവസം ആകുമ്പോൾ ഞാൻ ഒരുപാട് പാവം ചെയ്യുന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എന്നാലും 15 ദിവസം കൂടുമ്പോൾ ഞാൻ പോയി 3 ബസ് മാറി കയറി പോയിട്ടാണ് ഞാൻ കുമ്പസാരിക്കുന്നത്. കാരണം അവിടെ അടുത്തുള്ള പള്ളിയിൽ അങ്ങനെ അച്ഛൻ കുമ്പസാരിപ്പിക്കില്ല. ഈ ഇട ദിവസങ്ങളിലൊന്നും അച്ഛനില്ല അവിടെ. ഞായറാഴ്ച ഒരു കുർബാന മാത്രമേ ആ പള്ളിയിലുള്ളൂ. അതുകൊണ്ട് ഞാൻ 3 ബസ്. എല്ലാവരും എന്നോട് ചോദിക്കും, എന്തിനാണ് ഈ 15 ദിവസം കൂടുമ്പോൾ ഇത്രയും ദൂരെ പോകണമെന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ ആവശ്യമാണ്, അല്ലാതെ മാതാവ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ. ഞാൻ പറയും, മാതാവ് പറഞ്ഞിട്ടല്ല, അത് എൻ്റെ ആവശ്യമാണ്. 15 ദിവസം കൂടും. ഇപ്പോൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ കുമ്പസാരിച്ചിട്ടാണ് ഞാൻ വന്നത്. മിനിഞ്ഞാന്ന് ഞാൻ കുമ്പസാരിച്ചിട്ടാണ് വന്നത്. 15 ദിവസമായിരുന്നു ഞാൻ കുമ്പസാരിച്ചിട്ട് വന്നത്. കാരണം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ഞാൻ ചോദിച്ചാലും പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, അവിടെ നടക്കെ പോയി നിന്നിട്ട് മാതാവിനോട് പറഞ്ഞാൽ മതി, മാതാവ് ഇന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് അന്ന് അച്ചട്ടായിട്ട് നടന്നിരിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, മാതാവിനോട് കൂടുതൽ അടുത്താൽ, ഉടമ്പടി പാലിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യവും നടക്കുമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്. എനിക്ക് സാക്ഷ്യം പറയാൻ താമസിച്ചു പോയി ഞാൻ. കാരണം മെയ് 6-ാം തീയതി ഞാൻ സാക്ഷ്യം പറയേണ്ടതാണ്. ഞാൻ പറയാൻ ഇവളുടെ ഇതും കൂടി കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് താമസിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ച എനിക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമായി ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഡയാന. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു.
തേവര സെൻറ്റ് ജോസഫ് പള്ളി ഇടവക അംഗമാണ്. 2017 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾക്ക് 10 വർഷമായി മക്കളില്ലായിരുന്നു. കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥനകളൊക്കെ പങ്കെടുത്ത്. അങ്ങനെ എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട് ഇന്ന്. അത് ഞാൻ ആദ്യം ഒരു നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ 2019 കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. എനിക്ക് ഡെലിവറിക്ക് ശേഷം ഭയങ്കരമായ ചുമ വന്നിട്ട് മാറുന്നുണ്ടായില്ല. ഞാൻ പല ഡോക്ടർമാരുടെ അടുത്ത് പോയി. അപ്പോൾ എല്ലാവരും പല പല മരുന്നുകളും ആയുർവേദ കഷായങ്ങളൊക്കെ തന്നിട്ട് മാറുന്നുണ്ടായില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുഞ്ഞൊത്ത് ഇവിടെ തന്നെ വന്ന് ദൈവത്തിനൊന്നും നന്ദി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നന്ദിയും പറഞ്ഞ് ഉടമ്പടി പുതുക്കിയത്. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി തൈലവും തേനും ഉപ്പും ഒക്കെ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അപ്പം ഞാൻ പോലും അറിയാണ്ട് ചുമ മാറിപ്പോയത് എനിക്ക് തന്നെ മനസ്സിലായില്ല. അപ്പം എൻ്റെ അമ്മ പറയുമായിരുന്നു, എടി നിൻ്റെ ചുമ മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു വലിയ അനുഗ്രഹം എനിക്ക് അവിടെ കിട്ടി. കാരണം ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ നാഷണൽ ആന്തമൊക്കെ പാടുമ്പോൾ എനിക്ക് ചുമ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഓർത്തായിരുന്നു ഭയങ്കര ടെൻഷൻ. അതങ്ങനെ അമ്മയും തിരുക്കുമാരനും കൂടി മാറ്റി തന്നു. രണ്ടാമതായിട്ട് ഞാൻ 2022 തറയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു, കാല് നീട്ടി ഇരിക്കുമായിരുന്നു. അപ്പം എൻ്റെ മോൻ പെട്ടെന്ന് കളിച്ച് അവൻ എൻ്റെ മുട്ടിലോട്ട് ചാടി വീണു. മുട്ടിൻ്റെ ചിരട്ട തെറ്റിപ്പോയി. അപ്പോൾ രാത്രി സമയമാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആകെ ഒരു ആദ്യമായി. അപ്പോൾ അമ്മ പോയി അപ്പുറത്തെ വീട്ടിലൊരു ചേട്ടനെ വിളിച്ചുകൊണ്ട് വന്ന്, എന്ത് ചെയ്യുമെന്ന് അറിയില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോഴൊക്കെ അമ്മ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് ചിരട്ട നീങ്ങി സൈഡിലോട്ട് ഇരിക്കുക. അപ്പോൾ അങ്കിൾ വന്നിട്ട് പതുക്കെ തട്ടിയിട്ട് തന്ന്. പക്ഷേ എനിക്ക് കാല് മടക്കാനൊന്നും പറ്റുന്നില്ല. കാല് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അങ്ങനെ ഇരിക്കുമായിരുന്നു. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ അമ്മ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാവരും കൂടി പതുക്കെ എന്നെ പൊക്കി ബെഡിലോട്ട് കിടത്തി. രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ബാത്റൂമിൽ പോകണം. പരസഹായം കൂടാതെ പോകാൻ കഴിയില്ല. ആരെന്നെ പൊക്കിക്കൊണ്ടുപോകും. കുറച്ച് ദൂരം നടക്കാനുണ്ട് ബാത്റൂമിലോട്ട്. അപ്പോൾ ഞാൻ പത്രമൊക്കെ കാലിൻ്റെ അടിയിൽ വെച്ചാണ് കിടന്നിരുന്നത്. തൈലമൊക്കെ പുരട്ടി അങ്ങനെ കിടന്നതാണ്. ഞാൻ വെച്ചാൽ പതുക്കെ ഒറ്റയ്ക്ക് പോയി നോക്കാം. ഒറ്റക്കാലിൽ ചാടി ഞാൻ ബാത്റൂമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറണമെന്നുണ്ടെങ്കിൽ 2 കാല് തന്നെ വേണം. എന്ത് ചെയ്യും അമ്മേ എന്ന് എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് അവിടെ വെച്ച്. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഷോക്കടിച്ച പോലെ എൻ്റെ ശരീരത്തിൽ മുട്ടിൽ എന്തോ വന്ന് തട്ടിയ പോലെ നോക്കിയപ്പോഴത്തേക്ക് മുട്ട് മടക്കാൻ പറ്റി. അങ്ങനെ എൻ്റെ മുട്ട്. അപ്പം ഞാൻ ഒറ്റക്കാലില്ല ഞാൻ ചാടി ബാത്റൂമിൽ പോയത്. തിരിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ അമ്മയോട് പറഞ്ഞ്, മമ്മി ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, അങ്ങോട്ടേക്ക് പോയി ഒറ്റക്കാലിൽ ചാടിപ്പോയി. ഞാനിപ്പം 2 കാലിലാണ് തിരിച്ച് വന്നേക്കണമെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, ഒത്തിരി നന്ദി പറഞ്ഞിട്ട് കിടക്കുമോനെ എന്ന് പറഞ്ഞ്. അടുത്ത ദിവസം ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞ് 2 ആഴ്ച ബാൻഡേജ് ഇടണമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ബാൻഡേജൊക്കെ ഇട്ട് അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് അമ്മയുടെ അടുത്തൊന്ന് നന്ദി പറയണം. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാൻഡേജോടുകൂടിയാണ്. ബാൻഡേജ് ഇടാണ് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇവിടെ വന്ന് ഞാൻ നന്ദി പറയാൻ വേണ്ടി വന്നു അമ്മയുടെ അടുത്ത്. അപ്പോഴത്തേക്കും ഞാൻ പോലും അറിയാണ്ട് ഈ തിരക്കിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴത്തേക്കും ബാൻഡേജ് ഊരിപ്പോയി. ഞാൻ പോലും അറിഞ്ഞില്ല. പക്ഷേ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അതുകൂടാണ്ട് 2021 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായി UP സ്കൂൾ ടീച്ചറായിട്ട് എനിക്ക് നിയമനം കിട്ടിയത്. അപ്പോൾ നിയമനം കിട്ടിയെങ്കിൽ അപ്പോയിൻമെൻറ്റ് പാസ്സാവുന്നുണ്ടായില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഭിന്നശേഷി റൂൾ ഇറക്കിയ കാരണം പാസ്സാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അപ്പോഴും ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചത് ചിലപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചിട്ട് ഞാൻ ഉഴപ്പൊക്കെ ചെയ്തായിരുന്നു. ഇനി അതുകൊണ്ടായിരിക്കും അമ്മേ, കൊച്ചുങ്ങളായതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെയൊക്കെ കുറേ സാഹചര്യങ്ങൾ. അപ്പോൾ ഞാൻ തീരുമാനിച്ച് ഡെയിലി കുർബാനയ്ക്ക് പോകണം. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് ഡെയിലി രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാ മാസവും 3 മാസം കൂടുമ്പോൾ വന്ന് കറക്റ്റായിട്ട് ഉടമ്പടി പുതുക്കും. എല്ലാ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവൃത്തികളും കാരുണ്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 2024 കഴിഞ്ഞ വർഷം ഫെബ്രുവരി 28 ഞാൻ സ്കൂളിലോട്ടാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇവിടെ സ്കൂട്ടർ ഓടിച്ച് ഇവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ഞങ്ങൾക്ക് 70 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഞാൻ ഓടിച്ച് ഇവിടെ വന്ന് കുറേ നേരം കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ എൻ്റെ മറ്റു നിയമങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ ഇതിപ്പോൾ നടക്കണില്ലല്ലോ എന്ന് വെച്ചാൽ വിട്ടുപോയ കാര്യമാണ്. അപ്പോൾ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ നിന്ന് 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി. കറക്റ്റ് സ്കൂളിൽ നിന്ന് എത്തണ പോലെ വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ എത്തി. ആരോടും പറഞ്ഞില്ല ഇവിടെ വന്ന കാര്യമൊന്നും. പിറ്റേന്ന് ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഹെഡ് മിസ്ട്രസ് എന്നെ വിളിച്ച് പറഞ്ഞ്, ഡയന നിൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ദൈവമേ, ഞാൻ ഇത്രയും നാൾ ഞാൻ ചോദിച്ചിട്ട് കിട്ടാത്ത കാര്യം ഞാൻ വിട്ടിരിക്കണമായിരുന്നു. ഇനി ഇപ്പോഴൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ് വിട്ടിരിക്കണ കാര്യമായിരുന്നു. അത് ദൈവം നടത്തി തന്ന്. അപ്പം തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്ത് ചെയ്യും ദൈവമേ, നിനക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അതുവരെ എനിക്ക് ശേഷം ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ അപ്പോയിൻമെൻറ്റ്, പിന്നെ ഡെയിലി വേജ് ദിവസവേതനത്തിലാണ് പാസ്സായത്. എനിക്ക് മാത്രം ദൈവം എൻ്റെ ആ റാങ്ക് വരെയുള്ളവർക്ക് മാത്രമായിട്ട് അപ്പോയിൻമെൻറ്റ് പാസ്സാക്കി തന്നു, താൽക്കാലികമായി പ്രൊഫഷണലി പാസ്സാക്കി തന്നു. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഈ 2025 ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ നേരത്ത് ബാഗ് എടുക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ബാഗ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആ വഴിയിൽ വെച്ചാണ് ഓർത്ത്. അപ്പോൾ ഹസ്ബൻഡ് അപ്പം തന്നെ പോയി എടുത്തുകൊണ്ട് വരാം, ഞാൻ വരാണ്ട് പോകരുതെന്ന് പറഞ്ഞ്. ഞാൻ നോക്കുമ്പോൾ ട്രെയിൻ എടുക്കാൻ ഇനി ഒരു 20 മിനിറ്റും കൂടിയേ ഉള്ളൂ. വീട്ടിലോട്ട് പോയി തിരിച്ചു വരാൻ 1/2 മണിക്കൂർ എടുക്കും. അവൻ എന്ത് ചെയ്യും ദൈവമേ.
അപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, മക്കളൊത്ത് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല, ഒറ്റയ്ക്കൊന്നും പോകണ്ട, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, ട്രെയിനിൽ കയറി ഇരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ കാശ് രൂപം വെച്ചിട്ട് ഞാൻ ആ സമയം ഇരുന്ന് കൊന്തവള്ളി പ്രാർത്ഥിച്ച അമ്മേ, എൻ്റെ വലിയൊരു ആഗ്രഹമാണ് എനിക്ക് അവിടെ പോകണമെന്നുള്ളതൊന്ന് സാധിച്ചു തന്നെ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. ആ 20 മിനിറ്റിനുള്ളിൽ ഹസ്ബൻഡ് തിരിച്ചെത്തി. പക്ഷേ ട്രെയിൻ അന്ന് വിട്ടത് 10 മിനിറ്റ് വൈകിയാണ് വിട്ടത്. അതും ഒരു വലിയൊരു അനുഗ്രഹമാണ്. അതുകൂടാണ്ട് ആ 2025 തന്നെ മെയ്യിൽ എൻ്റെ ചെറിയ മോൾക്ക് അവൾക്ക് കേൾവിക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് നഴ്സറി ടീച്ചർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബെറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് അവൾ കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങണം, എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ, കൊച്ചിന് അനങ്ങേ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് 2 മണിക്കൂർ അവൾ അനങ്ങാണ്ട് കിടക്കണമെന്ന് പറഞ്ഞ് സെഡേഷനൊക്കെ കൊടുത്ത്. പക്ഷേ ചെവിയിൽ ആ മെഷീൻ വെക്കുമ്പോഴത്തേക്കും ഇവൾ ചാടി എഴുന്നേക്കുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എങ്ങനെ വന്നാലും അവൾ ഉറങ്ങണം, ഉറങ്ങിയതിൽ രക്ഷയുള്ളൂ. അപ്പം ഞാൻ ഈ കാശ് രൂപ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ അവളുടെ തലയിലൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവേ ഒന്ന് അവളെ ഉറക്കിത്താ, ഞാൻ ഇനി എന്ത് ചെയ്യും, എത്ര നാളായി ഇതിൻ്റെ പിറകെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് പുരട്ടി ഞാൻ അവിടെ ഇരുന്ന് കൊന്തയൊല്ലി ഈ കാശ് രൂപം പിടിച്ച് പ്രാർത്ഥിച്ച് 2 മണിക്കൂറല്ല 3 മണിക്കൂറാണ് ആ കുഞ്ഞ് ആ സമയം ഉറങ്ങിയത്. അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് വന്ന് നോർമലായിരുന്നു, അവളുടെ കേൾവി നോർമലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്നത് ഈ ജൂണിലാണ് വന്നത്. ജൂണിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് ഒന്നും പ്രാർത്ഥിച്ചില്ല. അമ്മ എല്ലാം എനിക്ക് നടത്തി തരുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. അപ്പം അന്ന് ഇവിടെ ഞാൻ പ്രദക്ഷിണത്തിന് പോയപ്പോൾ എനിക്ക് കിട്ടിയത് മാതാവിനെയാണ്. മാതാവിനെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ എനിക്ക് ഈ മാതാവിനെ കിട്ടിയേക്കണം, എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടിയൊക്കെ പുതുക്കി ഞാൻ പോയി. അപ്പോൾ ഈ ജൂലൈ 1 ഓർഡർ വന്ന് എനിക്ക് ഹൈസ്കൂൾ ടീച്ചറായിട്ട് നിയമനം കിട്ടിയെന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞോളുന്നു. ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞാൻ കൊണ്ടുപോയി റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുമായിരുന്നു. ആരോടും പറയാണ്ടാണ് ഞാൻ പോയിരുന്നേച്ചത്. വീട്ടിലൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അവർ സമ്മതിച്ചില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ട്. അവർക്കൊന്നും ആദ്യം അധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെയും കൂടി എനിക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. വീട്ടുകാരെ മാത്രമല്ല, ബാക്കി എന്നെ എന്നെ പരിചയപ്പെടുന്ന എല്ലാവരോടും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഒന്ന് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്, നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്കങ്ങനെ പത്രമൊക്കെ വേറെ ആദ്യമൊക്കെ പള്ളിയിൽ മാത്രമാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പം എനിക്ക് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം മാതാവ് തന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് അനാഥാലയങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലൊക്കെ പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള തുക കൊടുക്കുമായിരുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ ഈ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാം എനിക്ക് എല്ലാ ദിവസവും മുടങ്ങാണ്ട് കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടാണെങ്കിലും എല്ലാവരും ചോദിക്കും കുഞ്ഞുങ്ങളിട്ടിട്ട് എങ്ങനെ കുർബാനയ്ക്ക് വരാൻ സാധിക്കുന്നു. എന്നാലും ഞാൻ രാവിലെ 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടിയിട്ടേ ഞാൻ പോവുകയുള്ളൂ കുർബാനയ്ക്ക്. ഞാൻ പറഞ്ഞപ്പോൾ കുർബാന ഇപ്പോൾ സമയം മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്നാലും എനിക്കിത് കൂടണം, ഇതെന്തായാലും ഞാൻ കണ്ടിട്ടേ. ഇപ്പം ഇന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അമ്മേ എനിക്കൊന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണം, എങ്ങനെയെങ്കിലും ഒന്ന് പറയാൻ പറ്റണം അമ്മേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇന്നും പോകുന്നത്. അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ എനിക്ക് ലൈവായിട്ട് കൂടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരം വീട്ടിൽ വെച്ചപ്പോൾ തന്നെ ആരും കാണാണ്ടാണെങ്കിലും കൂടി എല്ലാവരും ഉറങ്ങുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, ചെവിയിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് ധ്യാനമൊക്കെ എല്ലാം കൂടുമായിരുന്നു. വൈകുന്നേരം സായന പ്രാർത്ഥന. എൻ്റെ പേര് ഫിലോമിന സോഫി. ഞാൻ മൈസൂരിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ബൈ പ്രൊഫഷൻ ഐ ആം എ യോഗ സൈക്കോളജിസ്റ്റ് ഫോർ ആൽക്കഹോളിക്സ്, മദ്യപാനികളുടെ കൗൺസിലറാണ്. ഞാനിവിടെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതാഭിലാഷം സാധിച്ചു കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യമാണ്. 1986 16 വയസ്സുള്ളപ്പോൾ മുതൽ കന്യാസ്ത്രീയാഗം നടക്കുന്ന ഒരാളാണ്. 16 വയസ്സ് മുതൽ 27 വയസ്സ് വരെയും കന്യാസ്ത്രീയാഗം നടന്നിട്ട് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രം എനിക്ക് ആ സഭയിൽ ചേരാൻ പറ്റിയില്ല. അത് ഒരു കാലാപെർക്കികൾ ഗ്ലീനേഴ്സ് എന്ന് പറയുന്ന ഒരു സഭയാണ്. അവർ സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് ചെറിയ ചെറിയ സ്വർണ്ണമാലയൊക്കെ ഇട്ട് ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ചേച്ചിമാരാണ്. മിസ് അൽഫോൻസ, മിസ് എന്നൊക്കെയാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ ആവണമെന്ന് എനിക്ക് ആഗ്രഹം. പക്ഷേ എൻ്റെ വീട്ടിൽ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ആകാൻ പറ്റിയില്ല. അവസാനം എനിക്ക് 27 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, കൊൽക്കത്ത ഹോളി ക്രോസ് സിസ്റ്റേഴ്സിൻ്റെ ഒരു വീട് കലേറ്റിങ്ങരയിൽ വന്നപ്പോൾ ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അവർ എൻ്റെ പോലത്തെ, ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സഭയാണെന്ന് കരുതിയിട്ട് ഞാൻ കൽക്കട്ടയിലേക്ക് 5 ദിവസത്തിനുള്ളിൽ ഡിസിഷൻ എടുത്ത് 5 ദിവസത്തിനുള്ളിൽ ഞാൻ കൽക്കട്ട ഹോളി ക്രോസിൽ ചേരാൻ വേണ്ടി ചെന്നു. പക്ഷേ എൻ്റെ നൊവിഷ്യേറ്റ് ആയപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയല്ല. എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര ശല്യപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ജസ്റ്റ് 3 months ബിഫോർ മൈ ഫസ്റ്റ് വേഴ്സ് സിസ്റ്റേഴ്സ് പറഞ്ഞു, ഐ കനോട്ട് ടേക്ക് ദിസ് ആപ്ലിക്കേഷൻ വിത്ത് ക്ലോസ്, സോ യു വെയിറ്റ് ഔട്ട്സൈഡ്. ഇങ്ങനൊരു ഇത് വരുമ്പോൾ 150 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ സഭയിലുണ്ടായിരുന്നതാണ് എക്സ്റ്റേൺ സിസ്റ്റേഴ്സ്. ആ എക്സ്റ്റേൺ സിസ്റ്റർ കൂടി ഞങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻടാക്ട് വി വിൽ കോൾ യു ബാക്ക്.
അന്ന് മുതൽ ഞാൻ കാത്തിരുന്നിട്ട് ഒരു 15 വർഷത്തോളം ഒന്നും ആവില്ലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് എന്നെ മദ്യപാനികൾ സെൻറ്ററിലേക്കാണ് അവർ നോവിഷ്യേറ്റിൽ നിന്ന് നേരിട്ട് വിട്ടത്. ബിക്കോസ് ഐ ഹാഡ് സം പ്രോബ്ലം വിത്ത് മൈ ചൈൽഡ്ഹുഡ്. ഓൺലി 7 years my father drank. 18 years he was sober, but there was so much issues about this dry sobriety. I don't know, you will know. So this dry sobriety problem, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വിഷമത്തിൽ നിന്ന് എൻ്റെ ആ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ആ മദ്യപാനികളുടെ ഇതിൽ പോയത്. പക്ഷേ അവിടെ പോയി 3ാമത്തെ മാസം എൻ്റെ ഫാദർ മരിക്കുകയാണ്. 18 വർഷം മദ്യപാനം ഒഴിവാക്കിയ ഒരു മനുഷ്യൻ, മാതാവിൻ്റെ പൊന്നുപോലെ മാതാവിനെ സ്നേഹിച്ച ഒരു മനുഷ്യൻ ഒക്ടോബർ 13-ാം തീയതി ലങ് ക്യാൻസറായിട്ട് മരിക്കുന്നത് എൻ്റെ മുമ്പിൽ വെച്ച് മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിനി മഠത്തിലേക്കില്ല, ഞാനിങ്ങനെയുള്ള മദ്യപാനം നിർത്തിയിട്ടും പലവിധ രോഗങ്ങളാൽ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് എപ്പോഴെപ്പോഴും ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോഴൊക്കെ, ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുമായിരുന്നു. അവരെന്നെ കാൻഡിഡേറ്റ്സിനെയും പ്രീ നോവീസസിനും നോവീസസിനും അവിടുത്തെ ജൂനിയേഴ്സിനും ഒക്കെ ക്ലാസ് കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബിഷപ്പിൻ്റെ ഒരു പ്രൊജക്റ്റ് മൈസൂരിൽ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പൈസയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായപ്പോഴത്തേക്കും അത് വേണോ വേണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ മമ്മി പറഞ്ഞു, അച്ഛൻ്റെ അടുത്ത് പോകും. അപ്പോൾ അതിനു മുമ്പ് ഞാനിവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്, ഒറ്റത്തുള്ളി തേൻ കൊണ്ട് എൻ്റെ 44 ദിവസത്തെ ബ്ലീഡിങ് നിന്ന് പോയത്. ആ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്ത് ചോദിച്ചാൽ മതി, അപ്പോൾ നിനക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് വന്നത്. അച്ഛൻ്റെ അടുത്ത് വന്നതും അച്ഛൻ കുറച്ച് സ്പെല്ലിങ്ങൊക്കെ കാണിച്ചിട്ട് ഞാൻ ടച്ച് ചെയ്തതനുസരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഹോളി ക്രോസിനോട് കണക്റ്റ് ചെയ്ത് നിൽക്കുക, മൈസൂർ പ്രൊജക്റ്റ് വിട്ട് കളയാൻ പറഞ്ഞു. ബട്ട് ഐ വാസ് നോട്ട് ഇൻ എ മൈൻഡ് സെറ്റ് അപ്പ് ദാറ്റ് ടൈം. സോ ഐ സെഡ്, ഈ അച്ഛൻ പറഞ്ഞ ഇതൊക്കെ ബിഷപ്പിൻ്റെ പ്രൊജക്റ്റാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്, അതാണ് എനിക്ക് ചെയ്യേണ്ടത്, അച്ഛൻ പറയണതല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി മൈസൂർ പ്രൊജക്റ്റ് ഏറ്റെടുത്തു. പറഞ്ഞതുപോലെ എനിക്ക് പണി കിട്ടി, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് 15 വർഷമായ സമയത്തായിരുന്നു. 18 വർഷമായപ്പോഴത്തേക്കും ആ സിസ്റ്റർ തന്നെ എന്നോട് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതേ സിസ്റ്റർ തന്നെ പ്രൊവിൻഷ്യലായി തിരിച്ചു വരികയും ആ സിസ്റ്റർ അതിൻ്റെ പേപ്പേഴ്സൊക്കെ മൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ സിസ്റ്ററിൻ്റെ സമയത്തല്ല ഞാൻ തിരിച്ചു കയറിയത്. എനിക്ക് ഈ മാല കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ കയ്യൊപ്പ് ലഭിച്ച ഒരു സിസ്റ്ററിലൂടെയാണ്. ആ സിസ്റ്റർ അന്ന് ഒരു സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. ആ സിസ്റ്ററിന് നടക്കാൻ പറ്റാതെ സർജറിക്ക് ആക്സിഡൻറ്റിന് ശേഷം നടക്കാൻ പറ്റാതിരുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ പത്രം കൊടുത്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തൊട്ട് സിസ്റ്റർ നടക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ആ സിസ്റ്ററാണ് പിന്നെ പ്രൊവിൻഷ്യലായിട്ട് വന്നത്. ആ സിസ്റ്റർ ആദ്യം ചെയ്ത കാര്യം എൻ്റെ പേപ്പർ മൂവ് ചെയ്തു, എന്നെ ലേ അസോസിയേറ്റ് മെമ്പറായിട്ട്. എനിക്ക് കമ്മ്യൂണിറ്റിയിൽ ലിവിങ് ആണ്, എനിക്ക് കമ്മ്യൂണിറ്റി ലിവിങ് ഒരു ചാൻസ് കിട്ടി. അങ്ങനെ വലിയൊരു അത്യപൂർവമായ ഒരു ദൈവ അനുഭവം എനിക്കും സ്വന്തമായതായിരുന്നു. പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. എനിക്ക് യോഗ സൈക്കോളജിസ്റ്റായിട്ട് എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ നേരത്ത് ഇങ്ങനെയാണ് സാക്ഷ്യം പറയണത്. ആ സിസ്റ്ററിന് വല്ല യോഗ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാല് ശരിയാക്കിയതല്ലല്ലോ, മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടൊക്കെ ശരിയാക്കി. അതൊക്കെ ഒരു നാണക്കേടായിരുന്നു എനിക്ക്, എന്തോ ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഈശോയ്ക്ക് തോന്നി ഇവളെ ഒന്ന് എളിമപ്പെടുത്തണമെന്ന്. അങ്ങനെ എളിമപ്പെടുത്താൻ വേണ്ടി എനിക്കൊരു പണി കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം TB അവിടെ ഞാൻ വർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൽക്കഹോളിക്സും ഡ്രഗ് അഡിക്ഷനും സ്ട്രീറ്റ് ചിൽഡ്രൻ, സ്ലം ചിൽഡ്രനൊക്കെ ക്ലാസ് കൊടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് TB വന്നു. TB വന്നപ്പോൾ അത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൺഫേം ചെയ്യുന്ന ദിവസം എന്നോട് ഗുജറാത്തിലെ ലതാ സിസ്റ്റർ വിളിച്ച് പറഞ്ഞ്, ദീദി അച്ഛൻ കൽക്കട്ടയിൽ വന്നിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്ത് പോകും. ഞാൻ പറഞ്ഞു, സിസ്റ്റേഴ്സ് എന്നെ വിടില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാപ്പലിലും എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, മുറിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഐ ഫെൽറ്റ് ദാറ്റ് ആത്മീയ അനുഭവം, ദാറ്റ് സാന്നിധ്യ അനുഭവം ഐ ഫെൽറ്റ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ സുഖപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ സിസ്റ്റേഴ്സ് പറഞ്ഞു മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കില്ലെന്ന് നിർബന്ധിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ദേ ടോൾഡ് മീ ടു ഗെറ്റ് ഔട്ട്, സിസ്റ്റേഴ്സ് പ്രൊവിൻഷ്യൽ. അങ്ങനെ ഞാൻ മൈസൂരിലേക്ക് വന്നു. മൈസൂരിൽ വന്നപ്പോൾ അവർ എന്നെ അഡ്മിറ്റ് ചെയ്തില്ല. യു ഡോണ്ട് ഹാവ് എനി സിംറ്റംസ് ഓഫ് TB എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അഡ്മിറ്റ് ചെയ്തുമില്ല. പക്ഷേ മരുന്ന് കഴിക്കേണ്ടി വന്നു. സിസ്റ്റേഴ്സ് നിർബന്ധിച്ച് കഴിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചു. എൻ്റെ അമ്മയുടെ ടച്ചാണ് എനിക്ക് അന്ന് മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഒരു തൊണ്ടയിലൊരു മുഴയുണ്ടായിരുന്നു. അത് 4.5 സെൻറ്റിമീറ്റർ ആയിരുന്നു. അത് മുഴ 1.5 ആയിട്ട് വെറുതെ വിശുദ്ധ തൈലം പുരട്ടിക്കൊണ്ട് മാത്രം മാറി. പിന്നെ 11 യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. അതെന്തോ ജഡിബൂട്ടിയൊക്കെ കഴിച്ചിട്ട് അതും ഒരു 4 ആയിട്ട് മാറി.
പിന്നെ എനിക്ക് ആ സമയത്തൊക്കെ തന്നെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. അതൊരു സമയമായിരുന്നു, എനിക്കിങ്ങനെ സിക്നെസ്സിൻ്റെ സമയമായിരുന്നു. കർത്താവ് എന്നെ രോഗങ്ങളിലൂടെ കർത്താവ് എന്നെ വിശുദ്ധീകരിച്ച് എളിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പിന്നെ പ്രീ ഡയബറ്റിക് ആയിരുന്നു, അത് മാറ്റിയിട്ട് അവസാനം ഞാൻ സാധാരണ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു. ആ സമയത്താണ് ഞങ്ങളുടെ അതിനിടയ്ക്ക് സുപ്പീരിയർ ഈ പറഞ്ഞ പ്രൊവിൻഷ്യലമ്മ പറഞ്ഞായിരുന്നു, ഒരു സ്ഥലം വേണം നമുക്ക്, നീ പ്രാർത്ഥിക്കൂ, നീ ഭയങ്കര പ്രാർത്ഥനക്കാരിയല്ലേ, നീ പ്രാർത്ഥന മാത്രമല്ലേ ചെയ്യണുള്ളൂ, നീ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ബരിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അമ്മയെ കാണണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് തന്നെ കിട്ടണമല്ലോ, അതിന് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി നിയോഗമായിട്ട് അത് എഴുതി വെച്ചു. ഞാനെല്ലാം സ്പിരിച്വൽ സാധാരണ 2016 മരിയൻ കൃപാഭിഷേക ധ്യാനം കൂടിയതാണ് ഞാൻ. അന്ന് തൊട്ട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. ആ മരിയൻ കൃപാഭിഷേകത്തിൻ്റെ സ്പിരിറ്റിലാണ്, ആ നിത്യതയുടെ സ്പിരിറ്റിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ സിസ്റ്റേഴ്സിന് വേണ്ടി ഞാനത് എഴുതി ഇട്ടു. 3 മാസത്തിനുള്ളിൽ ആ സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ അതുകൂടി ഞാൻ സാക്ഷ്യം പറയുകയാണ്. പിന്നെ TB സുഖപ്പെടുത്തിയതും ബാക്കി എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നും പത്രം കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. 2016 തൊട്ട് 18 വരെ ഞാൻ ഉഴപ്പിയായിരുന്നു. 18 മുതൽ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം എന്നും ആരെങ്കിലും എനിക്ക് പത്രം അയച്ചു തരുമായിരുന്നു. പ്രത്യേകിച്ച് ജോഷി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ് ചെറിയ കടവിലുള്ളൊരു ബ്രദറെ എനിക്ക് അയച്ചു തരുമായിരുന്നു. പിന്നെ എൻ്റെ സ്വന്തം ബ്രദർ, എൻ്റെ കുഞ്ഞാങ്ങള, അവനും അയച്ചു തരാൻ തുടങ്ങി. എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത ആളാണ്. മരിക്കുന്നതിന് മുമ്പ് മാതാവ് വന്ന് സുഖപ്പെടുത്തിയ ഒരാളും കൂടിയായിരുന്നു ഒരു സമയത്ത്. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ട് അത്ഭുതം കൊണ്ട് സംഭവിച്ചൊരു ഇഷ്ടംപോലെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരില്ല. ട്രെയിനിൽ നിന്നൊക്കെ വീണിട്ട് വെറുതെ മലന്നടിച്ച് വീണു, ഒന്നും സംഭവിച്ചില്ല. പിന്നെ ഈ പത്രവും കൊണ്ട് പോയ സമയത്ത് 2018 ഇവിടെ മഴ പെയ്ത സമയമായിരുന്നില്ലേ, ആ സമയത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കുറേ പത്രങ്ങൾ ബാക്കിയായിരുന്നു. ഇത്രയും വലിയൊരു കെട്ട്, ഒരു വലിയ കെട്ട്, അതായത് ഇവിടെ നിന്ന് ഇവിടത്തോളം ഒരു വലിയൊരു കെട്ടായിരുന്നു. ആ കെട്ട് എനിക്ക് തന്നിട്ട് ഞാനത് കൊടുക്കേണ്ട ദിവസം ചെന്നൈയിൽ എല്ലാ പള്ളികളിലും അനൗൺസ് ചെയ്തു, ഇന്ന് രാത്രി കൊടുങ്കാറ്റും മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നാളെ ഒക്ടോബർ 7 റോസറി പ്രൊസഷനൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ അന്നാണ് ഞാൻ ഇതും കൊണ്ട് ചെല്ലണത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മനെ നിരത്തിലിറക്കി കഴിഞ്ഞാൽ ഒരു കൊടുങ്കാറ്റും വരില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി അവിടെ എല്ലാം വിതരണം ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ നൈറ്റ് വിജിലിനാണ് പോയത്. നൈറ്റ് വിജിലിൽ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പള്ളികളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞാണ്, ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ പെരുന്നാളൊക്കെ ക്യാൻസൽ ചെയ്തു, മഴയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു, ഇത് ഈ പത്രമില്ലേ, ഇതിൻ്റെ ശക്തി നിങ്ങൾക്കറിയാൻ പാടില്ലഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് അവിടങ്ങളിൽ പേരാമ്പൂർ ചർച്ചിൽ എല്ലായിടത്തും കൊടുത്തു. അങ്ങനെ ഒരുപാട്, പിന്നെ ട്രെയിനിലൊക്കെ ഒരുപാട് പേര് എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടുവന്നാൽ. അതൊക്കെ അത് പണ്ടത്തെ കാലത്ത് കേട്ടോ, 2018, 19 പണ്ടത്തെ പ്രശ്നങ്ങളുടെ സമയത്തൊക്കെ. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കാത്തവരോടൊക്കെ ചിരിച്ചുകൊണ്ട് അതൊരു ഇപ്പോൾ അത് ലൈഫ് ഇങ്ങനെ ഒരു പ്രേക്ഷിതയായി തീർന്നത് പോലെ. ഒരു നാണക്കേടൊന്നുമില്ല, ആർക്കും കൊടുക്കാനൊന്നും ഒരു നാണക്കേടും ഇല്ല. വേണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി തന്നെ പോരും. പിന്നെ ബ്ലെസ്സിങ് ത്രൂ ദ ഓയിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ പറയുമായിരുന്നു, പരീക്ഷ നന്നായി. പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ വയറുവേദന പ്രശ്നങ്ങൾ, ഒരു കൊറോണ വന്ന ഒരച്ഛനെ പോലും 70 വയസ്സുള്ള മരിക്കാൻ പോയൊരു അച്ഛനായിരുന്നു. ആ അച്ഛനിപ്പോൾ TOR സഭയുടെ അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യലായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഉടമ്പടി വസ്തുക്കളിലൂടെ നൽകിയിട്ടുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ മരിച്ചു പോയോ എന്ന് വിചാരിച്ചതാണ്. ആ അമ്മയെ തിരിച്ചു കൊണ്ടുവന്നതൊക്കെ ഉടമ്പടി തൈലമാണ്. ഞാൻ കഴിഞ്ഞ വർഷം അവിടെയായിരുന്നു, സ്ട്രീറ്റ് ചിൽഡ്രൻ ഹോമിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മൈസൂരിലേക്ക് പോകുന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. നീ അവിടെ വർക്ക് ചെയ്യാതെ മൈസൂരിലായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം വന്ന പ്രൊവിൻഷ്യൽ അമ്മ, ഞാൻ ഇതിനു മുമ്പ് ചെന്നൈയിലായിരുന്നപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സെക്രട്ടറി ആയിരുന്നു സിസ്റ്ററായിരുന്നു, പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിരുന്ന സിസ്റ്ററാണ് ഇപ്പോൾ പ്രൊവിൻഷ്യലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ വർഷത്തിലൊരിക്കൽ വന്നിട്ട് 15 ദിവസം കമ്മ്യൂണിറ്റി ലിവിങ് അവരുടെ കൂടെ നിന്ന് ആ കുട്ടികളെയൊക്കെ നോക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്തു. വൺസ് ഇൻ ആൻ ഇയർ 45 ദിവസം ഞാൻ പോയി അവിടെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെ പിന്നെ ഇവിടെ ഇനിയെല്ലാം മൈസൂരിലായിരിക്കും. മൈസൂരിലിപ്പോൾ പുതിയ ഗ്രൂപ്പ് എന്നോട് അഖണ്ഡ ജപമാലയുടെ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്.
3 പേരുടെ അഡ്രസ്സ് ഉണ്ട്, അത് കൊടുക്കും. പിന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ മൈസൂരിൽ ഞങ്ങളുടെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഇടവകയിൽ ചെന്നപ്പോൾ, ഗായത്രിപുരം പാരിഷിൽ ചെന്നപ്പോൾ, അവിടെ മാതാവിൻ്റെ ഉപ്പ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. 6 പ്രാവശ്യം വർദ്ധിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ട്, മലയാളത്തിലാണ് അവർ പറഞ്ഞത്, അയാളുടെ ഫാദർ എന്തോ മലയാളിയാണ്. അങ്ങനെ അയാൾ പറഞ്ഞ മലയാളത്തിലുള്ള വീഡിയോ ഞാൻ ഇട്ടപ്പോൾ 6 ലക്ഷം പേരാണ് 2 ആഴ്ചക്കുള്ളിൽ അത് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവരുടെ ഫോൺ വരികയാണ്, ദീദി പറഞ്ഞതുപോലെ തന്നെ ഉപ്പിപ്പോൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വീഡിയോ എടുത്ത് അയക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഇപ്പം ഞാൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്ന് സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. 9ാമത്തെ പ്രാവശ്യമാണ് മൈസൂരിലെ ഗായത്രിപുരം പാരിഷിൽ ഇത് ഉടമ്പടി പൊങ്ങുന്നത്. റോസാ മോം എന്ന് പറഞ്ഞുള്ള ചാനലിലാണ് ഞാനത് ഇട്ടിരിക്കുന്നത്, എല്ലാവർക്കും കാണാം. ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ എൻ്റെ അമ്മ, ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു നന്മ നിറഞ്ഞ പോലും ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്യില്ലായിരുന്നു. കാര്യം ഞങ്ങൾ യോഗയിലാണ്, ഞങ്ങൾ ഒരു നന്മ നിറഞ്ഞറിവ് ചൊല്ലിയ അതിനോട് ധ്യാനിക്കുന്ന ടൈപ്പായിരുന്നു, അല്ലാതെ ചുമ്മാ വളവളവളാന്ന് പറഞ്ഞ് നന്മ നിറഞ്ഞറിവ് ചെല്ലുന്ന ആൾക്കാരായിരുന്നില്ല. എന്നെക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞതാണ് 1 കോടി നന്മ നിറഞ്ഞറിവ് ഞാൻ ചൊല്ലുമെന്ന്. എന്നെക്കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ പ്രാർത്ഥിക്കാനും ഈ പവിത്ര സ്ഥാനത്ത് വന്ന് അമ്മയ്ക്ക് വേണ്ടി, അമ്മയുടെ സാക്ഷിയായി, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് അനുവാദം തന്നതിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. സങ്കീർത്തനം 145:19. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. കുഞ്ഞുനാൾ മുതൽ ഒരു സിസ്റ്ററാകണമെന്നൊരാഗ്രഹം, അത് പണിയുന്നത് 33 വർഷങ്ങൾക്ക് ആ ഒരു ലേ അസോസിയേഷനിലായിട്ട് ഹോളി ക്രോസ് ആ സിസ്റ്റേഴ്സിൻ്റെ ഒപ്പം താമസിക്കാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടുകയാണ്. പണ്ട് ഇങ്ങനെ ഈ കോൺഗ്രിഗേഷനിൽ ഉണ്ടായിരുന്നു 150 വർഷം മുമ്പ്. അത് എടുത്തു കളഞ്ഞത് വീണ്ടും ലഭിക്കുകയാണ്. അവിടെ ചെന്ന് ചേരുന്നത് തന്നെ കുഞ്ഞുനാൾ സമയത്ത് അവിടെ ഇങ്ങനെ ഈ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ചെല്ലുമ്പോൾ ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ ജീവിക്കാൻ കഴിയും എന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ സാധിക്കില്ല എന്ന് മനസ്സിലായത്. എന്നാൽ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മാതാവ് ആ ആഗ്രഹവും സാധിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ആ പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയം ജപമാലയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. എന്നാൽ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹമൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈവിടാതെ ആ ആഗ്രഹം തന്നെ ദൈവം സാധിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വിഷയങ്ങളാണെങ്കിലും പരിശുദ്ധ അമ്മ ഇടപെടുകയാണെങ്കിൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും. പരിശുദ്ധ അമ്മയിലൂടെ